അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാ അബ്ക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹത്താ തറക ത്വആമ. എന്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വരെ വേണ്ട എന്ന് വെക്കുവോളം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പോലും കഴിക്കാനാവാതെ അത്രയും കൂടുതൽ അദ്ദേഹത്തെ കരയിപ്പിച്ചത് എന്താണ് വിഷയം? ഉത്തിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബിത്വആമിൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. വകാന സ്വായിമൻ, അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നോമ്പ് നോറ്റ ഒരു നാളിൽ അദ്ദേഹത്തിന് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു. വഹുവ ഖൈറു മിന്നി, അദ്ദേഹം എന്നെക്കാൾ വളരെ നല്ല ആളായിരുന്നു. എന്നെക്കാൾ വളരെ നല്ല മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. കുഫിന ഫി ബുർദത്തിൻ, ഒരു പുതപ്പിലാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. അദ്ദേഹത്തെ പൊതിഞ്ഞത് ഒരു പുതപ്പിലാണ്. രക്തസാക്ഷിയായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പൊതിഞ്ഞത് ഒരു പുതപ്പിലാണ്. ഇൻ ഗുത്തിയ റഅസഹു, ആ പുതപ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ തല മൂടാമെന്ന് വെച്ചാൽ ബദത്ത് റിജ്ലാഹു, അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വെളിവാകും. വൈൻ ഗുത്തിയ റിജ്ലാഹു, ഇനി രണ്ട് കാലുകളും മൂടട്ടെ എന്ന് വെച്ചാലോ ബദാ റൗസുഹു, അദ്ദേഹത്തിൻ്റെ തല പുറത്താകും. വളരെ വലിപ്പം കുറഞ്ഞ ഒരു പുതപ്പ്. ആ പുതപ്പ് മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന പഴയ കാലത്തെ ധനാഢ്യനായ, അറേബ്യയിലൂടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചയച്ച് നടന്നിരുന്ന ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പരമദരിദ്രനായി. അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ, അദ്ദേഹത്തെ പൊതിയുവാൻ, ആ രക്തസാക്ഷിയെ പൊതിയുവാൻ ഒരു വലിയ ബുർദ പോലും, ഒരു പുതപ്പ് പോലും കിട്ടിയില്ല. കിട്ടിയ പുതപ്പിൽ തല മൂടുമ്പോൾ കാല് മൂടാൻ പറ്റില്ല, കാല് മൂടുമ്പോൾ തല മൂടാൻ പറ്റില്ല. അത്രയും ചെറിയ ഒരു പുതപ്പ് മാത്രമാണ്, ഒരു ബുർദ മാത്രമാണ് അദ്ദേഹത്തിന് പൊതിയാൻ കിട്ടിയത്. വഖത്തിലെ ഹംസ റളിയല്ലാഹു അൻഹു, അതേപോലെ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. വഹുവ ഖൈറു മിന്നി, അദ്ദേഹം എന്നെക്കാൾ ഒരുപാട് നല്ലയാളാണ്. ഹംസ റളിയല്ലാഹു അൻഹു എന്നെക്കാൾ വളരെ നല്ലയാളാണ്, അദ്ദേഹവും കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി. സുമ്മ ബുസിത്തലന, പിന്നെ നമുക്ക് അഭിവൃദ്ധികളുണ്ടായി. മിന ദുനിയ, ഈ ദുന്യവിയായ ഈ ലോകത്തെ, പിന്നീട് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ദുനിയവിയായ ഈ ലോകത്തുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്ക് വന്നുകൂടി. മാ ബുസിത്ത, എന്തൊക്കെയാണോ വിഭവങ്ങൾ വേണ്ടത് അതൊക്കെ നമുക്ക് സംഭരിക്കാനായി. വഖദ് ഖശീന, നമ്മൾ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഭയപ്പെട്ടു. അൻ തകൂന ഹസനാത്തുന ഉജ്ജിലത് ലന, ഞങ്ങളുടെ ഹസനാത്തുകളൊക്കെ, സൽക്കർമ്മങ്ങളൊക്കെ, ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമൊക്കെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടുകയാണോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കരച്ചിൽ വന്നത്. സുമ്മ ജഅല യബ്കി ഹത്താ തറക ത്വആം, പിന്നീട് അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായില്ല, ഭക്ഷണമൊക്കെ ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ വിഷമം
ഈ ലോകത്ത് അവർ അനുഭവിച്ച ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അതിനൊക്കെയുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ നിന്ന് തന്നെ, ഈ നാട്ടിൽ നിന്ന്, ഇവിടെ നിന്ന് തന്നെ, ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടിപ്പോകുമോ, ധൃതി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടിപ്പോകുമോ എന്ന ഭയപ്പാട് അതാലോചിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹുവും ഒക്കെ കൊല്ലപ്പെട്ട രീതിയും അവർക്ക് പിന്നീടുണ്ടായ വിഷമങ്ങളും ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പുതപ്പിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പുതക്കാൻ കൂടി വലിപ്പമുള്ള പുതപ്പില്ലാത്ത അവസ്ഥ കൂടി ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ന് ഒന്നും കഴിക്കാനായില്ല. നോമ്പ് തുറന്നു ഒന്നും കഴിക്കാൻ സാധിക്കാതെ നിൽക്കുകയാണുണ്ടായത്. പ്രിയപ്പെട്ടവരെ, അൽ മഗ്ബൂനു ഹഖൻ, യഥാർത്ഥത്തിലുള്ള വഞ്ചകൻ, വഞ്ചിതൻ, പലരും വഞ്ചിക്കപ്പെടാറുണ്ട്. പക്ഷെ യഥാർത്ഥ വഞ്ചിതൻ മൻ ഉജ്ജിലത് ലഹു ഹസനത്തുഹു ഫി ദുനിയ, ആർക്കാണോ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ്റെ ഹസനാത്തുകൾ, അവൻ്റെ നന്മകൾക്കുള്ള പ്രതിഫലങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, അവനാണ് യഥാർത്ഥ വഞ്ചിതൻ. ഫഖദിമ അലല്ലാഹി മുഫ്ലിസൻ, അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പാപ്പരായും കൊണ്ട് ചെല്ലേണ്ടി വരുന്നു. മിനൽ ഉജൂരി, പ്രതിഫലങ്ങളുടെ കാര്യത്തിൽ. ഇവിടെ ചെയ്തതിനൊക്കെ ഇവിടെ തന്നെ പ്രതിഫലം കിട്ടുകയും പടച്ച തമ്പുരാൻ്റെ അടുക്കിലേക്ക് ഒന്നുമില്ലാതെ, പ്രതിഫലം ഒന്നും കിട്ടാതെ പാപ്പരായി പോവേണ്ടി വരുന്ന ഒരു ഗതി ആർക്കാണോ ലഭിക്കുന്നത്, അയാളാണ് യഥാർത്ഥ മുഫ്ലിസ്, അയാളാണ് യഥാർത്ഥ വഞ്ചിതൻ എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ലോകത്ത് കുറേ കിട്ടണമെന്നായിരുന്നില്ല സഹാബാക്കൾ ആലോചിച്ചത്. മറിച്ച് പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെ ഇഷ്ടം പോലെ വിഭവങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കണം. അത് കിട്ടുകയില്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ നിന്നൊന്നും കഴിക്കാൻ കൂടി കഴിയാതെ കരഞ്ഞു പോകുന്ന അവസ്ഥയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. നമ്മളും ഇതുപോലെ ആലോചിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ നമ്മെ തേടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.